സെപ്പറേറ്റ് വേണ്ടേ? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നാളത്തെ ആഗ്രഹം സഫലമാകാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടൊന്ന് പുറത്ത് പോവാണ്, ഞാനും ഗീതും. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ടൗണിൽ എത്തിയതും രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നൊരു നല്ലൊരു ദോശയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നെയർ റോസ്റ്റ് വാങ്ങിച്ചു. പക്ഷെ ഒരു സുഖമില്ലാത്ത നെയർ റോസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. നമ്മൾ നേരെ മലമ്പുഴ പോവാന്നുള്ള പ്ലാനിലായിരുന്നു. നട്ടപ്പൊരു വെയിലത്താണ് മലമ്പുഴയ്ക്ക് പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം ഞങ്ങളുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മലമ്പുഴയ്ക്കുള്ള ബസ് എവിടെ നിന്ന് കിട്ടുന്ന ഒരു അന്തമില്ലാണ്ടാണ് ഞങ്ങൾ രണ്ടിനും പോകുന്നത്. അപ്പം സാധാരണ വീട്ടിൽ നിന്ന് ആരെയിലൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. ആ ഓട്ടോ ചേട്ടനോട് ഞങ്ങൾ മലമ്പുഴയ്ക്കാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് മലമ്പുഴ ബസ് കയറ്റി വിട്ടു. ആൾ കയറ്റി വിടാല് ഞങ്ങൾ ആ ബസ്സാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ പൂരത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാം നമുക്ക് ഫസ്റ്റ്. തൃശ്ശൂർ പൂരത്തിനുള്ള തിരക്കില്ലെങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പം അവിടെ GPay വേറെ കൗണ്ടർ, അതുപോലെ തന്നെ ക്യാഷ് വേറെ കൗണ്ടർ ആയിരുന്നു. അങ്ങനെ കൗണ്ടറൊക്കെ മാറി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. നിങ്ങൾ നേരെ അകത്തേക്ക് പോയപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അവിടെ ഒരു പുൽക്കൂടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കണ്ട് നട്ടപ്പൊരു വെയിലത്ത് നടക്കുകയാണ്. ഒരു കുട പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഈ ഒരു മൈൻഡില്ല, പുറത്ത് പോവാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഇറങ്ങി ഓടിക്കേറി വന്നതായിരുന്നു. ഈ വെയിലത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ക്ഷീണിക്കും എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞങ്ങളൊരു തണൽ കിട്ടിയപ്പം അവിടെ ഒന്ന് ചില്ലായി ഇരിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ മരത്തിന്റെ കീഴിൽ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞങ്ങൾ കുറച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുക. ഞങ്ങളുടെ കഥ പറയുകയാണെങ്കിലും ഞങ്ങളുടെ കഥ തുടങ്ങുന്നത് 2021 എന്ത് നമ്മളെപ്പോഴാണ് കാണുന്നത്? 2010 എപ്പോഴാണ്? 10ാം ക്ലാസ് 8ാം ക്ലാസ് അതൊക്കെ നോക്കൂ. അയ്യോ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കമ്പനി ഇല്ലാതെ ജാട കാട്ടിയ ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ, അതിനുശേഷം ഞങ്ങൾ അതിനുശേഷം കമ്പനിയായി. പിന്നെ സുഹൈദ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അവള് 2 പേരായി. ഞങ്ങൾ 2 പേരിലേക്ക് ചുരുങ്ങി. അവൾ കല്യാണം കഴിഞ്ഞത് കൊണ്ടും പിന്നെ തള്ളവൈബായത് കൊണ്ടും ഞങ്ങളുടെ ഇപ്പത്തെ ട്രിപ്പില് ശരി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യം നമ്മൾ റെക്കോർഡ് ആവണ്ടോ നോക്കാം. അപ്പം റെക്കോർഡ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ കുറേ വർഷങ്ങളായില്ല ഒരു നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള സുദിനം ഇന്നാണ് ഗൈസ്. പ്ലാൻ ചെയ്യും, ഞാൻ എല്ലാത്തിനും ഓക്കെ ആയിരിക്കും. തലേദിവസം ഒന്നും എടി ഇതാണ് ഇടയ്ക്ക് ഷുഹൈദ എന്ന് കൊണ്ടൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരും അല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾ സെറ്റിൽഡൊക്കെ ആയപ്പം നമ്മളൊക്കെ മറന്നു കേസ്, അത് വേണം പറയാൻ. പിന്നെ നോട്ട് ദ പോയിന്റ്, ഈ ഒരു വ്ളോഗ് എടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബർ സമയത്ത്. അതാണ് നമ്മൾ പുൽക്കൂടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ രാവിലെ തന്നെ എന്തിനാണ് മലമ്പുഴയൊക്കെ കാണാൻ വേണ്ടി വന്നതെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് വൈകുന്നേരം വരെ ടൈം ഉള്ളത് കൊണ്ട് എല്ലാവരും കവർ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് രാവിലെ തന്നെ, ഈ വെയിലായാലും കുഴപ്പമില്ല നമുക്കൊന്ന് കണ്ട് കറങ്ങിയിട്ട് വരാം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ മുതലിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം അധികം കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അവൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതാണ് സത്യം. നമ്മൾ പിന്നെയാണ് സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ +1 +2 പോയപ്പോൾ കോണ്ടാക്ട് ചെയ്യും. കാര്യം എന്നെക്കാൾ കൂടുതൽ അവൾക്ക് നല്ലപോലെ അറിയാം. ഡാമിന്റെ മേലേക്ക് ഈ വെയിലത്ത് കയറാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. നമ്മളിപ്പോ പാലത്ത് പോകണം, ആരോടും പറയണ്ട, തൂക്കുപാലത്തേക്ക് പോവാണ്. തൂക്കുപാലം നോക്ക് മക്കളെ, നോക്ക്. തൂക്കുപാലം ആടുന്നുണ്ട് ഗൈസ്. നല്ല വ്യൂ ആണ്. ഇത് കൂടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. താഴെ ഡാമാണ്, ഇപ്പുറത്തെ ഡാം.
ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ആണ് ഈ ഒരു തൂക്കുപാലൊക്കെ കയറിയിട്ടുള്ള ഓർമ്മയുള്ള. അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വരാറൊന്നുമില്ല. പിന്നെ നമ്മുടെ മലമ്പുഴ കൃഷിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഗീതോന് അവൾക്ക് ബോട്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയപ്പം അവിടെയും നല്ല തിരക്കായിരുന്നു. മാത്രമല്ല ഭയങ്കര സൺഡേ ആയതുകൊണ്ടാണ് എല്ലാ ഭാഗത്തും നല്ല തിരക്കായിരുന്നു. പിന്നെ ആ തിരക്ക് കണ്ടപ്പം പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു, എടി എനിക്ക് നമുക്ക് പോകണ്ട, നമുക്ക് വേറെ ഭാഗത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കാം, നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക്, ഞാൻ ആദ്യമായിട്ടാണ്ടോ മലമ്പുഴയുടെ, എനിക്ക് കണ്ട ഓർമ്മയേ ഇല്ല. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ആ ഒരു വെള്ളം ഇങ്ങനെ വരുന്ന അതിൻ്റെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ. അടുത്ത പ്ലാനൊന്നുമില്ല, ഫുഡ് കഴിക്കാൻ പോകണം. നമുക്ക് നെഹദിക്ക് പോവാം അല്ലേ? നെഹദിയിൽ പോയിട്ട് അടിപൊളി മന്തി കഴിച്ച് നമ്മൾ നേരെ കോട്ടയ്ക്ക് പോകും. കോട്ടയ്ക്ക് ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വേറെ. പൂരത്തിന് തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടും വെക്കേഷൻ ആയതുകൊണ്ടും എല്ലാവരും വീട്ടിലിരിക്കാതെ നാട്ടിലിറങ്ങി നടക്കണേ. നല്ല രസം കാണാൻ. ആനയാണല്ലോ നാട്ടിലിറങ്ങാൻ. പാമ്പോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറയില്ല. ഇത് കാണുമ്പോൾ തന്നെ പേടിയാണ്. അപ്പം അത്രയോ ജലം കുടിച്ചിട്ട് നമുക്ക് ആ ശമനം തീർക്കാം. അതെ, കുടിക്കും. ഇതിന് ബോട്ടിൽ കയറുന്ന അതിയായ ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പൈസ ഇല്ലാത്തത് കൊണ്ട് കയറില്ല. ഇനി അടുത്തത് നമ്മുടെ ലക്ഷ്യം റോപ്പ് വേ ആണ്. റോപ്പ് വേക്ക് 100ന്റെ മേലെ ആണെങ്കിൽ അത് ഞങ്ങൾ കയറില്ല. വെറുതെ പോയിട്ട് ചന്തം കണ്ട് തിരിച്ചു വരും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇത് വെള്ളം കുടിച്ചു ഞങ്ങൾക്ക് കുറച്ചും കൂടി മലമ്പുഴയ്ക്ക് വൈകുന്നേരം വരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. മൊട്ട വെയിലാണ് വയസ്സ്. ഞാൻ പറഞ്ഞത് അപ്പോഴും മലമ്പുഴയ്ക്ക് മലമ്പുഴയ്ക്ക് വന്നിട്ട് കോഴിക്കോടോ കണ്ണൂരിലൊക്കെ വന്നിട്ട് ലൊക്കേഷൻ അത്രേ ഉള്ളൂ ഗൈസ്. ഓൾ സെറ്റ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു, നമുക്ക് റോപ്പ് വേയിൽ കയറാൻ വേണ്ടി പോകാമെന്നുള്ളത്. ഞങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് വേണോ വേണ്ടേ എന്നുള്ള കുറേ ആലോചനയ്ക്ക് ശേഷമാണ് ഞങ്ങൾ കൺഫേം ആക്കിയത്. സക്സസ്ഫുള്ളായിട്ട് എവിടേക്ക് പോകണം? റോപ്പിൽ കയറാൻ പോകണം. 71 രൂപയുള്ള കേസ്. അപ്പോൾ നമ്മൾ കയറിയില്ലെങ്കിൽ നഷ്ടമല്ലേ? അവിടെ പാർക്ക് ഞാൻ ആദ്യം ഒരു തവണ കയറിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് കയറി. ആൾക്കാർ വീട്ടിൽ നോക്കണം. വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് 71 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പം ആ റോപ്പ് വേൻ്റെ ആ ഒരു കൗണ്ടറിലേക്ക് പോയതായിരുന്നു. ഇതേ കിടക്കണോ നീണ്ട ലൈന്. നമുക്ക് വെയിൽ നമുക്ക് അലർജി പോലെയാണല്ലോ. അപ്പം നമുക്ക് നിൽക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഉപ്പിലിട്ട മാങ്ങയും അതുപോലെ തന്നെ ഈ ഒരു മസാല കടലയും വാങ്ങിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക എന്നുള്ള ഒരു പ്ലാനിൽ അവസാനം കൺഫേം ആക്കി. മലമ്പുഴ വന്നതല്ലേ, പാർക്ക് മാത്രം കണ്ടാൽ പോരല്ലോ, നമുക്ക് അവിടുത്തെ സ്നേക്ക് പാർക്കും കൂടി കണ്ടാലോ. കുറച്ച് പാമ്പുകളെ കാണാനുള്ള പൂതി, വെറും അഹങ്കാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വെയിലത്ത് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇതുവരെ വന്നതല്ലേ, ഈ അടുത്ത് വന്നിട്ട് നമുക്ക് പാമ്പുകളെ കാണാതെ ആദ്യമായിട്ട് പാമ്പ് കാണുന്ന പോലെയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു. ലാസ്റ്റ് നമ്മൾ ഓരോ പാമ്പായിട്ട് ഓരോന്നായി കാണാൻ വേണ്ടി തുടങ്ങി. ഗീതന്റെ വീട്ടിലുള്ള പാമ്പാത്ര. എന്റെ വീട്ടിലവിടെ മലമ്പാമ്പിനെ കണ്ടപ്പം അത് കാണാൻ അടുത്ത് വന്ന ചേച്ചിയും ചേട്ടനോടും പറയാണ് അവള്, ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഉള്ള പാമ്പാണ് എന്ന്, നിറയെ ഉണ്ടെന്നൊക്കെ. ആ ചേച്ചി അന്തം വിട്ട് കുന്തം പോലെ ഇവിടെ നോക്കിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറേ പാമ്പിനെ കണ്ടിട്ട് ഇത് പിന്നെ മലമ്പുഴയ്ക്ക് പോയ സ്നേക്ക് പാർക്ക് കണ്ടവർക്കറിയാം, ആ ഒരു കൂടാരം പോലെ കുറേ പാമ്പുകളിനെ കുറേ അത് ഇടും. കാണുമ്പോഴത്തേന് എല്ലാത്തിനെയും കൂടി കാണുമ്പോഴത്തേന് നമുക്ക് ഈ മേത്തൊക്കെ ഇങ്ങനെ പെരുത്ത് കയറുന്ന പോലെയാണ്. അങ്ങനെ നമ്മൾ പാമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കൗതുകമാണല്ലോ, അതിങ്ങനെ എഴയുന്നത് കാണാനും. അത് കണ്ട എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു പോലെയാണ്. മുതലച്ചേട്ടൻ്റെ അടുത്ത് പോയപ്പം ആള് വായി തുറന്ന് ഇങ്ങനെ ഇരിക്കുക സ്റ്റാച്ചു പോലെ. അപ്പം നമ്മൾ അതും കൂടി കണ്ടപ്പം കുറേ നേരം നോക്കിയിരുന്നു, വായ അടിക്കണത് എപ്പോഴാണ് നോക്കി. പക്ഷെ എന്തോ നമ്മുടെ ഭാഗ്യവശാൽ അത് വായ അടിച്ചില്ല കേസ്. എല്ലാത്തിനെയും കൂട്ടിലിട്ട് കണ്ടപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം കൂട്ടിലിട്ടില്ല. സന്തോഷത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറന്നിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതും കണ്ട് നമ്മൾ നേരെ എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോയപ്പോൾ വീണ്ടും കിടക്കുന്നു പെരുമ്പാമ്പ് മലമ്പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ക്ഷീണിച്ചോ?
താഴെ കിടക്കണ്ടല്ലേ? എവിടെ? ആമനെ ഇതാണോ? അതാ ഞാൻ ചേട്ടൻ വിളിക്കണം എന്നെ. പാമ്പിനൊക്കെ നോക്കാം. ഇനി എവിടെ ചെയ്തു? മന്തി കഴിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ നിന്ന് പാലക്കാട് ബസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ നിന്നെയല്ല, ഗീതു രണ്ടുപേര് വിളിക്കും. ഗീതു രണ്ടുപേര് വിളിക്കുമ്പോ നമ്മൾ പോകും ഗൈസ്. നെഹദിയിൽ പോയാൽ എപ്പോഴും തിരക്കായിരിക്കും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ടേബിൾ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ടുപേരെന്നൊക്കെ പറഞ്ഞ് കുറേ അധികം നേരത്തിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പെരി നമ്മൾ മന്തി തന്നെ വാങ്ങിച്ചു. അത്യാവശ്യം ആ മുഖത്ത് ഭയങ്കര ആവേശമൊക്കെ ഉണ്ട്, പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പം അതൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം നല്ല എരിവായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. വിശപ്പിൻ്റെ ആ കാഠിന്യത്തിൽ രണ്ടുപേരും അവൾക്ക് ചെസ്റ്റ് പീസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല എരിവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ വാടികയിലേക്ക് പോവുകയാണ്. നമ്മൾ ടിപ്പു സുൽത്താൻ കോട്ടൻ്റെ അടുത്തുള്ള ഒരു ഗാർഡൻ അല്ലെങ്കിൽ പാർക്ക് പോലത്തെ ഒരു സംഭവമാണ്. അടുത്ത ആഴ്ച വന്നിട്ട് പോയി, കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയി. എവിടെ നോക്കിയാലും കപ്പിൾസ് ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ ക്ഷീണത്തിൽ തളർന്നിട്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഫോട്ടോസും വീഡിയോസും എവിടെയെങ്കിലും എടുക്കാൻ വേണ്ടി പോയാൽ എല്ലാവരുടെയും കപ്പിൾസ്. എവിടേക്ക് പോകുമെന്ന് അറിയാതെ ചുറ്റും നിങ്ങൾക്ക് 360 ആംഗിൾ തിരിച്ചു വെച്ചാൽ ഫുള്ളും കപ്പിൾസാണ്. എല്ലാവരും കാണട്ടെ, എല്ലാവരും വിട്ടുപിടിക്കട്ടെ. ജിമ്മിലൊക്കെ പോകണ്ടെന്നൊക്കെ പറയണത്, എന്നിട്ട് ചെസ്റ്റ് പീസ് ഒക്കെ പിടിച്ച് മൂക്കി തിന്നു, മൂക്കിയോടെ വായിക്കൂടെ വെള്ളം വന്നിട്ട് പേർക്കും കേസ്. അടുത്തുള്ള കോട്ടയ്ക്കും കൂടി പോയിട്ട് ഞങ്ങൾ നേരെ ഗുണ കേവിൻ്റെ എക്സിബിഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി കണ്ടിട്ട് പോകാമെന്നുള്ള ഒരു പ്ലാനിങ് കൂടിയിട്ട് നമ്മൾ അവിടുത്തെ എൻട്രി ടിക്കറ്റും എടുത്തിട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഇത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയുടെ തീം ഇട്ടിട്ടാണ് എൻറ്റിയർ ആയിട്ട് ആ ഒരു എക്സിബിഷൻ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരാൾക്ക് 150 രൂപയോ, എനിക്ക് കറക്റ്റായിട്ട് പറയും 120 രൂപ എങ്ങനെയാണ്. പക്ഷേ ആ 120 രൂപയ്ക്ക് എത്ര ടിക്കറ്റ് എനിക്ക് അതിൽ കൊടുത്തിട്ടില്ല. അത്യാവശ്യം ആ ഒരു 100 രൂപയ്ക്കുള്ള ഇത് അതിൻ്റെ ഉള്ളിൽ കാണാൻ മാത്രമായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ എൻറ്റിയർ തീമും അതിലവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് റൈഡിലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഭയങ്കര സീനായിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷെ ഞാൻ ഓക്കെ ആയിരുന്നു, പക്ഷെ ഗീത് കുറച്ച് വയലൻ്റ് ആയിരുന്നു. അതിൻ്റെ അകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഒന്നും കിട്ടിയില്ല. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് എൻ്റർ ആയിട്ടുണ്ടായി. ഇത് എന്താ പറയാതൊന്നും അറിയില്ല. ഇതായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ വീട് ടോർച്ചടിച്ചോ അല്ലെങ്കിൽ എനിക്ക് കണ്ണറിയില്ല. അമ്മ പട്ടിയുണ്ട്. വീടെത്തിരിക്കുകയാണ്. ഗീതനെ വിളിക്കാൻ വേണ്ടി ഇപ്പോൾ ആളുകൾ ഞങ്ങൾ റൈഡിലൊക്കെ കയറിയിട്ട് കഞ്ചാവ് അടിച്ച പോലെയാണ് നടക്കുന്നത്. കണ്ടാലും മുഖം കണ്ടാൽ അതിനെ അറിയും. അപ്പോൾ വീട് പോണ ബയ്യ ഗീസ്. ഞങ്ങൾ ലാസ്റ്റ് ഭാഗത്തായിരുന്നു നമ്മൾ ഈ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായത്. അപ്പം തന്നെ തലയൊക്കെ കറങ്ങി എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ചിട്ടൊക്കെ ബസ്സിലേക്ക് കയറിയിട്ട് ഭയങ്കര തലകറക്കമൊക്കെ ആയിരുന്നു. അതിന് ശേഷം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, ബസ്സിൽ കയറി. കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ട് 7 മണി 6:45 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ്. അടിപൊളി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അടുത്ത് ഞങ്ങൾ വണ്ടർലേക്ക്. ഗുണാക്കിയതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. 120 രൂപയാണ് ടിക്കറ്റ്. പക്ഷെ നെഞ്ചടിച്ച് ചത്ത് വീട് വരെ പാമ്പോ. അപ്പോൾ ബായ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ കമൻറ്റ് വന്നതായിരുന്നു ദേനു എന്ന് പറഞ്ഞിട്ടൊരാൾ ഹായ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇങ്ങനത്തെ കമൻറ്റ്സൊക്കെ വരുന്നത് ഈ ഇടയായിട്ടാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കേൾക്കുമ്പം. ഇങ്ങനെയൊന്ന് കമൻറ്റ് വരും എന്ന്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കമൻറ്റ്സ് വരുമെന്ന് വിചാരിച്ച പോലെയല്ല. അപ്പം ഒരുപാട് സന്തോഷം. ദേനുവിനോട് ഒരുപാട് താങ്ക് യു പറയുകയാണ്. അതുപോലെ തന്നെ ഷെൻസ എന്ന് പറഞ്ഞിട്ടൊരാളും ഹായ് പറയാൻ വേണ്ടി, പേര് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര
എന്താ പറയുക ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ, സത്യം പറയാലോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യവും സ്നേഹവും എല്ലാതും കണ്ടിന്യൂ ആയിട്ട് തന്നെ വേണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.